എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും വാടക നിയമവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നാട്ടിലെ വാടക വീടുകൾക്ക് ആവശ്യക്കാർ വർദ്ധിക്കുകയും പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള വാടകയും അതോടൊപ്പം തന്നെ അഡ്വാൻസ് നിരക്കിലും ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വാടക വീടുകൾക്കായിട്ട് കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുകളും നിബന്ധനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. മോഡൽ ടെനൻസി ആക്ടിനെ അടിസ്ഥാനമാക്കിയാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത്. ഈ നിയമത്തിലെ ഏറ്റവും നിർണായകപരമായിട്ടുള്ള പരിഷ്കാരങ്ങളിലൊന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന്റെ തുകയ്ക്ക് പരിധി നിശ്ചയിച്ചതാണ്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾക്ക് പരമാവധി 2 മാസത്തെ വാടക മാത്രമേ സെക്യൂരിറ്റി ആയിട്ട് സ്വീകരിക്കുവാൻ പാടുള്ളൂ. ഗ്രാമപ്രദേശങ്ങളിൽ 1 മാസത്തെ വാടകയും നിലവിൽ ഇത് വ്യത്യസ്ത സ്ഥലങ്ങളെ അപേക്ഷിച്ച് 10 മാസത്തെ വാടക തുകയും മറ്റുമാണ്. ഈ ഒരു നിയമത്തോടു കൂടി സ്ഥലം വാടകയ്ക്കെടുക്കുന്നവർ കഷ്ടപ്പെട്ട് ഇത്രയും വലിയ തുക കണ്ടെത്തേണ്ടതായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. കച്ചവട സ്ഥാപനങ്ങൾക്കോ മറ്റുമായിട്ടുള്ള നോൺ റെസിഡൻഷ്യൽ സ്ഥലങ്ങൾക്കായിട്ട് ഈ ഡെപ്പോസിറ്റ് തുക 6 മാസത്തെ വാടകയായിട്ട് പരിമിതിപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ കരാർ ഒപ്പിട്ട ശേഷം 2 മാസത്തിനുള്ളിൽ കരാർ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യാത്ത പക്ഷം 5000 രൂപ പിഴ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. പുതിയ നിയമം അനുസരിച്ച് വാടക തുക, ഡെപ്പോസിറ്റ് തുക, വാടക വർധനവ് എന്നിവയെല്ലാം തന്നെ കരാറിൽ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. രാജ്യത്തുടനീളം വാടക വീടുകൾ എടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് പുതിയ നിബന്ധനകൾക്ക് കാരണം. പുതിയ നിയമപ്രകാരം കരാറുകൾ നിർബന്ധമായിട്ടും 2 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അല്ല എങ്കിൽ 5000 രൂപ പിഴ നൽകേണ്ടി വരുന്നതാണ്. വാടകക്കാർക്ക് കുറഞ്ഞത് 90 ദിവസം മുൻപേ രേഖാമൂലമുള്ള അറിയിപ്പ് നൽകിയതിന് ശേഷം മാത്രമേ ഭൂവുടമകൾക്ക് വാടക വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. വാടകക്കാരനോട് പെട്ടെന്ന് തന്നെ വീട് ഒഴിയണമെന്ന് ആവശ്യപ്പെടുവാൻ സാധിക്കുന്നതല്ല. കുടിയൊഴിപ്പിക്കൽ വ്യവസ്ഥ ശക്തമായിട്ട് പുതുക്കിയ നിയമത്തിൽ പറയുന്നുണ്ട്. വാടകയുമായി ബന്ധപ്പെടുത്തിയുള്ള തർക്കങ്ങൾ 60 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്ന് നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരുടെ ഉത്തരവാദിത്തമാണെന്ന കാര്യത്തിലും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം നിയമത്തിലുണ്ട്. ചെറിയ പണികൾ വാടകക്കാർക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ വലിയ സ്ട്രക്ചറിലുള്ള റിപ്പയർ പോലുള്ള പണികൾ പ്രധാനമായിട്ടും വീട്ടുടമ തന്നെ ചെയ്യേണ്ടതാണ്. സ്റ്റേറ്റ് രജിസ്ട്രേഷൻ പോർട്ടലുകളിലോ പ്രൈമറി രജിസ്ട്രേഷൻ ഓഫീസുകളിലോ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.